I recently had a conversation with my mom and dad. Okay. എൻ്റെ അപ്പൻ സൗദിയിൽ നിന്ന് എടുത്തു വന്നപ്പോൾ പുള്ളിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ഓക്കെ, ബട്ട് പുള്ളിക്ക് ക്യാഷ് റിട്ടയർമെൻ്റ് ഇല്ല. ക്യാഷ് റിട്ടയർമെൻറ്റ് ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിലാണെങ്കിൽ ഒരു കോടി 2 കോടി രൂപ നാട്ടിൽ FD-യിൽ ഇടുവാണെങ്കിൽ ഒരു 8% പലിശ, വിച്ച് മീൻസ് 16 lakhs കിട്ടും. ആൻഡ് ദേ ക്യാൻ ലിവ് വിത്തൗട്ട് വർക്കിംഗ് ഇഫ് ദേ വോണ്ട് ടു, അല്ലേ? പക്ഷെ അങ്ങനത്തെ ഒരു റിട്ടയർമെൻറ്റ് അവർക്കില്ല. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത് നോക്ക്, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇനി നോക്കണ്ട, ലൈക്ക് ഐ വിൽ ബി ഇൻഡിപെൻഡൻറ്റ്, റൈറ്റ്? നിങ്ങൾ നോക്കേണ്ടത് യു ഷുഡ് ബി വർക്കിംഗ് ടുവേർഡ്സ് ദാറ്റ് ഗോൾ. നിങ്ങൾക്ക് ക്യാഷ് റിട്ടയർമെൻറ്റ് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല, ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എൻ്റെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൈവിട്ട് റിസ്ക് എടുക്കുന്ന ആളാണ്. ഐ കുഡ് ലൂസ് എവറിത്തിങ്. സോ യു ഷുഡൻ പുട്ട് ഓൾ യുവർ എഗ് ഇൻ മീ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഓൾറെഡി അവരുമായിട്ട് ചെയ്തു. കാരണം ഇതെന്റെ യാത്ര, അതൊരു ഹാർഡ് കോൺവെർസേഷൻ തന്നെയാണ്. അത് ഇനിയിപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം, എനിക്ക് സപ്പോർട്ട് ഞാൻ ചെയ്യില്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷെ ഞാൻ അവരോട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുവാണ്, ഞാൻ ഭയങ്കര ഒരു റിസ്ക് ടേക്കറാണ്. ഇപ്പോൾ ജയസൂര്യ മറ്റേ സിനിമയിൽ പറയത്തില്ലേ, ഒന്നെങ്കിലും ഒരു പിച്ചക്കാരൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാം, എനിക്ക് കോടീശ്വരൻ്റെ. ഇതേ അവസ്ഥയാണ് എൻ്റെ ഇപ്പോൾ. അപ്പോൾ എന്നെ അവർ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ അവർ അറിഞ്ഞിരിക്കണമല്ലോ ഇങ്ങനെ ഒരു കോൺസിക്വൻസ് ഉണ്ട്. ഇന്ന് വെച്ചാണ് നാളെ അറിയാത്ത. പക്ഷെ അന്ന് വെച്ച് ഞാൻ ഇവരോട് പറയാണ്, ഓക്കെ നിങ്ങൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാരണം ഞാൻ എൻ്റെ ഡ്രീംസിനെ ചേസ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഇപ്പം ഹാപ്പി ആവും, പക്ഷെ നാളെ ഐ വിൽ റിസെന്റ് ദം. ഈ ടോക്ക് it opens up a lot of doors. Big time. For that is like all the decisions in your life should be taken by you. Yeah. Not by anybody else. People surrounding you. Not by anybody else. You can take advice from different people, but the decision should be taken by you. Because and what if you don't know that decision? See, no. You know the decision, whether it's right or wrong. Right or wrong illa. You have to decide, and you should be only the one who should decide. Because and the കാരണം വേറൊരാൾ നിന്റെ ലൈഫിൽ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ആ ഡിസിഷനിൽ മുന്നോട്ട് വരുമ്പോൾ നിനക്ക് ഫെയിലിയർ വന്നു, your first instinct will be blaming that person, not you. And you will not put 100% on it because you are not the one who is making this. പക്ഷെ നീ ആയിട്ട് നിന്റെ കാര്യം നീ തന്നെ ഡിസിഷൻ എടുക്കുമ്പോൾ നിനക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. കാരണം നീ എടുത്ത തീരുമാനമാണ്. അതിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ you can only blame you, right? Nobody else. No one else. So that's a difference. 100%. അല്ല, ഇതിൽ നിന്ന് ഞാൻ ഡിറൈവ് ചെയ്തൊരു ഫിലോസഫി, ഇപ്പം ഐ ലിവ് ബൈ ദിസ് ഫിലോസഫി. ഞാൻ കഴിഞ്ഞ ദിവസം ആസാൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഫിലോസഫി. അത് നമുക്ക് എല്ലാവർക്കും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും ഒരു പേഴ്സണൽ ഫിലോസഫി വേണം, ഒരു ലെജൻഡ് വേണം. നമ്മളെല്ലാം ചേസ് ചെയ്യുന്ന ഒരു ലെജൻഡ് എല്ലാവർക്കും വേണം. കാരണം ആ ലെജൻഡുമായിട്ട് അലൈൻഡ് ആണെങ്കിൽ ലൈഫ് ഈസ് ആക്ച്വലി ബ്യൂട്ടിഫുൾ. എവറി ഡേ യു ഫീൽ ലൈക്ക് വേക്കിംഗ് അപ്പ് and you really enjoy living life. Like എങ്ങനെ ഒരു നമ്മളെല്ലാം ലെജൻഡ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫിലോസഫി ഞാൻ പറഞ്ഞുതരാം. someone to look up to, is that what you say? അല്ല, നമുക്കെല്ലാം ഒരു പാത്ത്, ഒരു ജേർണി, ഒരു കോളിങ്, റൈറ്റ്? ഐ ഫീൽ ലൈക്ക് എനിക്കൊരു കോളിങ്ങിൻ്റെ ഒരു ഐഡിയ ഉണ്ട് ഇപ്പോൾ. വെയർ ഐ വാണ്ട് ടു ബി, വാട്ട് ഐ വാണ്ട് ടു ബി ഡൂയിങ്. എൻ്റെ ഒരു എൻഡ് ഗോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എനിക്ക്. അതില്ലാത്ത ആൾക്കാരാണല്ലോ. അല്ല, എനിക്ക് നിന്റെ പ്രായത്തിൽ അല്ല. ദ തിങ് ഈസ്, ആൽക്കെമിസ്റ്റിൽ പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ എല്ലാവർക്കും ഇത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ ഇത് മറന്നു പോകും. നമ്മൾ ചെറുതായിരുന്നപ്പോൾ കുട്ടിയായിരുന്നപ്പോൾ നമുക്കൊരു ഡ്രീം ഇല്ലായിരുന്നോ? അത് പക്ഷെ നമ്മൾ പിന്നെ അത് ഇങ്ങനെ മറന്ന് പോവും. ഇയാൾ ഈ ആൽക്കെമിസ്റ്റ് ഒരു കുട്ടിയായതുകൊണ്ടല്ലേ അവൻ ഇതൊക്കെ സംഭവിച്ചത്. അവനിപ്പോൾ വലുതായിരുന്നു. അപ്പം ആ യാത്രയിൽ തന്നെ അവൻ ഒരു ബേക്കറിനെ പരിചയപ്പെടും. ബേക്കറിനെ പരിചയപ്പെടുമ്പോൾ ഒരു രാജാവ് വന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയും, ഇയാൾക്ക് ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ അയാൾ എന്തായി, അയാൾക്ക് ഷെപ്പേർഡ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അയാൾ വിചാരിച്ചു ഷെപ്പേർഡിനേക്കാൾ നല്ലത് പെണ്ണ് കിട്ടാനും എല്ലാത്തിനും ഷെപ്പേർഡ് രാജ്യം തെണ്ടി നടക്കണം, എനിക്കിവിടെ കൂടുവാണെങ്കിൽ എനിക്ക് വീട്ടിൽ തന്നെ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞാൽ അയാൾ ബേക്കറായി. അപ്പം അയാൾ ജീവിതം മൊത്തം റിസെൻറ്റീവ് ആയിരിക്കും. പിന്നെ ചിലവർ ഒബ്ലീവിയസ് ആയിരിക്കും, നീ പറഞ്ഞ പോലെ അവർ ഇഗ്നോറൻ്റ് ആയിരിക്കും. അങ്ങനെ ജീവിച്ചു പോകുന്നവരുണ്ട്. നമ്മൾ എവിടെ നിന്നാണ് കോൺവെർസേഷൻ സ്റ്റെം ചെയ്ത്? അതായത് നിങ്ങൾ പറയുന്നത് നമ്മളാ ഇപ്പൊ നിങ്ങള് നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്, എത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടന്റ് ആവത്തില്ല. അല്ല, ഞാൻ പറഞ്ഞത് we should be constantly asking that question. What is the meaning of our life?
അത് നമ്മൾ ആ ചോദ്യം ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അറ്റ് സം പോയിന്റ് ഇറ്റ് വിൽ ഡിസ്കവർ ഇറ്റ് സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദെൻ അന്നേരം നമ്മൾ എന്താ വിചാരിക്കുന്നത്, ആൻഡ് ദെൻ വെൻ ഇറ്റ് ഹാപ്പൻസ് യു വിൽ നോ ഇറ്റ് വാസ് ഓൾവേസ് ദെയർ. യു ജസ്റ്റ് റിയലൈസ് ഇറ്റ്, റൈറ്റ്? അപ്പോൾ അതിൽ ഞാൻ ഫിലോസഫി പറയാം. ഫിലോസഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് പ്രിറ്റൻഡ് പോയിന്റ് എ ഈസ് മൈ ബർത്ത്. പോയിന്റ് എയിൽ ഞാൻ ജനിച്ചു. പോയിന്റ് ബി ഈസ് മൈ ഡെത്ത്. വെൻ ഐ ഗെറ്റ് ടു പോയിന്റ് ബി ആൻഡ് ലുക്ക് ബാക്ക് അറ്റ് ദ ഹോൾ ജേർണി ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി and look at that story, I want that story to be better than any movie I've ever watched, filled with experiences. That's all that matters. A point A തൊട്ട് point B വരെയുള്ള ജേർണിയുടെ ആ കഥ should be better than any movie I've watched. It should be a fascinating story filled with experiences. പല ടൈപ്പ്. വലുതാകുമ്പം പറയാനൊരു സിനിമ വേണം. അല്ല, ഈ സ്പെൻസൺ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലുണ്ട്, അതായത് നമുക്ക് അറിഞ്ഞൂടെന്ന് പറയുന്നത് നമ്മളോട് പറയുന്ന കള്ളത്തരാണ്. നമുക്ക് എത്ര തവണ പല അന്നേരമൊക്കെ അത് അന്നേരം തന്നെ അതെന്താ പറയാ, അടിച്ചമർത്താൻ വേണ്ട ഇനഫ് റീസൺസ് ഞാൻ പറയത്തില്ല, റീസൺസ് അല്ല, എക്സ്ക്യൂസസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അത് നാച്ചുറലായിട്ട് വരും. ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ദാറ്റ്സ് ഹൗ അവർ ബ്രെയിൻ ഡിസൈൻ. നമ്മളെപ്പോഴും സേഫ് ആക്കി വെക്കുക, നമ്മളെപ്പോഴും സെക്യൂർ ആയിട്ട് വെക്കുക, നമ്മളെപ്പോഴും കംഫർട്ടായിട്ട് വെക്കുക. ഇതാണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രൈമറി ജോബ്. അതാണ്. അപ്പോ അതെ. പക്ഷെ ഇപ്പൊ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ നമ്മളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലല്ല, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുവാണ്, ഓക്കെ ഈ ആക്ടിവിറ്റി ഞാൻ ചെയ്യാൻ പോവുകയാണ്, ബട്ട് ഐ നോ ഇതെനിക്ക് ഹാംഫുൾ ആയേക്കാം, പക്ഷേ ഐ ആം റെഡി ടു ടേക്ക് ദ റിസ്ക്, ഞാനത് ചെയ്യാൻ പോവുകയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ നമുക്കത് ഓവർകം ചെയ്യാൻ നമ്മളത് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത് അത് ചിന്തയിലാണ്, നമ്മളായിട്ടൊരാൾ പറയുന്നതല്ല. നമ്മുടെ ചിന്തയിൽ വരുന്ന പല ഐഡിയാസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അത് സബ് കോൺഷ്യസിൽ അവിടെ കിടക്കും. അത് അവിടെ തന്നെ ബ്രെയിൻ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യും. നമ്മളത് പുറത്തേക്ക് ആക്ടിവിറ്റി ആയിട്ട് വരുന്നില്ല. എടാ, പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊരു സംഭവം നീ കോൺസ്റ്റൻ്റ്ലി ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ട് പിന്നെ നീ റിയലൈസ് ചെയ്യുമ്പോണ്ടല്ലോ, ദി എക്സ്പീരിയൻസ് ഇസ് ഡിഫറെൻറ്റ്. ഇറ്റ്സ് ലൈക്ക് എ ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ റിയലൈസ് ചെയ്തൊരു പോയിന്റ്, ഞാനിങ്ങനെ പണ്ടിങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പണ്ടിങ്ങനെ ചുമ്മാ സൈക്കിൾ ചവിട്ടി നടക്കും ചെറുപ്പത്തിൽ. അപ്പോൾ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ തിരിച്ച് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് വന്നപ്പോൾ അവിടെ ഒരു കിടിലം വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൈസ്. എടാ നീ അനങ്ങൽ നിർത്തിട്ടോ, ഭയങ്കര ഇതാവുന്നു ഇത് വരുന്നു. അപ്പം ഒരു കിടിലം വീട്, ഭയങ്കര സ്റ്റൈലിൽ അടിപൊളിയായിട്ട് പണിതിട്ടേക്കുന്ന ഒരു വീട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കമ്പനിക്കാരൻ്റെ അടുത്ത് വെച്ച് ഇപ്പോൾ പറഞ്ഞത്, കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ഒരാൾ പണിതാണ്. അയാളുടെ കാരണവന്മാരായിട്ട് ഒത്തിരി സമ്പത്തൊന്നുമില്ല, അയാളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം തന്നെ എൻ്റെ മൈൻഡിൽ രജിസ്റ്റർ ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജനറേഷനിൽ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളോളമുള്ള ജനറേഷൻ്റെ ട്രജക്ടറി മാറ്റാൻ പറ്റും. അപ്പോൾ വൈ കാണ്ട് ഐ ബി ദാറ്റ് പേഴ്സൺ? ഇതൊക്കെ അത് ഓൾറെഡി നമ്മുടെയൊക്കെ ഫാമിലിയിൽ ഇപ്പോഴത്തെ നമ്മുടെ ഫാമിലിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെയൊക്കെ ഫാമിലിയിൽ ഒരു നമ്മുടെ ജനറേഷൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു 3-4 ജനറേഷൻ കൂടുമ്പോഴാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ ഒരാള് നമ്മുടെയൊക്കെ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജനറേഷനും ആവത്തില്ല, പക്ഷെ നമ്മുടെയൊക്കെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു ജനറേഷനിൽ ഏതെങ്കിലും ഒരാൾ നമ്മുടെ ഫാമിലിയുടെ ആ ഒരു സിറ്റുവേഷൻ ഒരു പീരീഡ് വരെ മാറ്റിയ ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞ് ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയ പിൻകാല ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതേപോലെ ജനറേഷണൽ വെൽത്ത് ഒരാൾ വിചാരിച്ച ഇല്ലാതാക്കാനും പറ്റും, പക്ഷെ ഉണ്ടാക്കാൻ പറ്റും. ഒരാൾ വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റും. അതെ, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് ആൾക്കാർ ലൈക്ക് ഓൺ ക്രിയേറ്റഡ് അല്ലേ, ഫാമിലി വെൽത്ത് കുറവല്ലേ.
ലൈക്ക് അങ്ങനെ റിച്ച് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റാറ്റ് എടുത്ത് നോക്കുവാണെങ്കിലോ അങ്ങനെ പറയാൻ പറ്റില്ലടാ. അത് എത്ര ബില്യനേഴ്സിന്റെ ഇതിൽ ചെയ്യുന്നതിൽ കുറെ പേര് ഇതായിട്ട് കിട്ടിയവരുണ്ട്, വെൽത്തുള്ളവരുണ്ട്. ജനറേഷൻ വെൽത്ത് ഉള്ള ആൾക്കാർ കുറവാ. അതായത് ഈ പരാജയപ്പെടുന്നവരെയാണ് മീഡിയ ഫേമസ് ആക്കുന്നുള്ളൂ. പരാജയപ്പെടാത്ത ഒത്തിരി പേരുണ്ട്. ഈ ജനറേഷൻ വെൽത്തിന്റെ ഒപ്പം ഇവര് പിള്ളേരെയും ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓപ്പോസിറ്റ് റൈറ്റ്. ഈ ഫെയിലിയർ അങ്ങനെ ആൾക്കാരെ അങ്ങനെ കാണിക്കാറ്. എവരിബഡി ഫെയിലിയർ ആടാ കാണിക്കുന്നത്. സക്സസ് ഒരാൾ പറയുവാണ് ഇയാളുടെ കാരണവർക്ക് 10 ബില്യൺ ഫെയിൽ ആയ സമയത്ത് മൊത്തം തന്നെയായിരുന്നു. എടാ ഇയാളുടെ ഫാമിലി 10 ബില്യൺ ഉണ്ട്, ഇയാൾ 12 ബില്യൺ ആക്കി. നീ ആ വാർത്ത എവിടെയെങ്കിലും കാണുമോ? ഇയാളുടെ ഫാമിലി 10 ബില്യൺ ഉണ്ട്, അയാളെല്ലാം നഷ്ടപ്പെടുത്തി ഇപ്പൊ പാപ്പറായിട്ട് തെരുവി ജീവിക്കുന്നു. ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുത്തി ഇല്ലെങ്കിൽ പോലും ഒരു വലിയ ലോസ് ഉണ്ടായി. എടാ ആൾക്കാർക്ക് നമ്മള് അത് ആരോ ഇൻസ്റ്റഗ്രാം റീലിലും കാട്ടി ഞാൻ കണ്ടതാ. നമ്മൾ താഴെ കിടക്കുമ്പോൾ പീപ്പിൾ വാണ്ട് യു ടു സക്സീഡ്, കാരണം ഇറ്റ് റിമൈൻഡ്സ് ദം ഓഫ് ദിയർ ഡ്രീം ആൻഡ് ദേ ഗോ ലെറ്റ് ദം സക്സീഡ്. ആ ഒരു റിലേറ്റ് ചെയ്യുന്നു, കാരണം ദേ ഓൾസോ യൂസ് ടു ഡ്രീം. ബട്ട് വെൻ യു സക്സീഡ് they want you down because they feel bad about their dreams. അന്നേരമായിരിക്കും അവരൊക്കെ ഫസ്റ്റ് റിഗ്രറ്റ് വരുന്നത്. They're jealous. Yeah, they couldn't do it, and then which brings us to the first point that then they want you down. ഏത് in the first point അല്ല, I mean നമ്മൾ കുറച്ചും പറഞ്ഞില്ലേ, whatever you guys discussed it actually contribute to the first question which I asked already. Cultural. It's cultural difference or like what is the thing. So at the end of this conversation what I wanted was ഞാൻ പറഞ്ഞ ആ ഡിഫറൻസസ്. ഇവിടെ ഒരു മനുഷ്യനും സെയിം തിങ് അവിടെ ഒരു ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് പേഴ്സൺ. ഇൻസെന്റീവ് സ്ട്രക്ചറിൽ we discussed all those things like why what ഇല്ല, ഒരു എലമെന്റ് കൂടി ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒരു ബേസിക് മോട്ടിവേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാ കാര്യത്തിനും നമുക്ക് 2 രീതിയിലുള്ള മോട്ടിവേഷൻ വരാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടി കൊണ്ടുള്ള മോട്ടിവേഷൻ ഉണ്ട്, ഇത് ചെയ്യാതിരുന്നാലുള്ള കോൺസിക്വൻസസ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഇത് രണ്ടും 2 രീതിയിലുള്ള മോട്ടിവേഷനാണ്, 2 ഡയറക്ഷനിലുള്ള മോട്ടിവേഷനാണ്. നാടിൻ്റെ എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ നാട്ടിൽ നമ്മൾ പല നിയമങ്ങളുടെയും മോട്ടിവേഷൻ എന്താണ്? ഇവൻ പറഞ്ഞത് ആ മോട്ടിവേഷൻ ഫൈൻ കിട്ടാതിരിക്കുക. ഇവിടുത്തെ മോട്ടിവേഷൻ അതല്ല, അതിലൊരു ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്, റൈറ്റ്? ഇവിടുത്തെ ആ ഒരു ഫാക്ടറിൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? നാട്ടിലെ ആൾക്കാർ നിയമങ്ങൾ പാലിക്കുന്നത് കോൺസിക്വൻസ് ഉപയോഗിച്ച് മാത്രമല്ലേ? അതായത് ആ ഒരു ഇത് പുഷ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ട്. നാച്ചുറലി നമ്മളെ അതിലേക്ക് ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കൾച്ചറിന്റെ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിന്റെ ആ ഒരു ഇപ്പൊ ഒരുത്ത ഹെൽമെറ്റ് ഇടാതെ വരിക, ദൂരെ പോലീസിനെ കണ്ടു, അന്നേരം അവൻ ഹെൽമെറ്റ് ഇട്ട് തല വെക്കും, പോലീസ് കഴിയുമ്പോൾ ഹെൽമെറ്റ് താഴെ വെക്കും. ആ പ്രോസസ്സിൽ അവന് ശരിക്കും ഡേഞ്ചർ കൂടുതലാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ഡയലോഗ് അത് ആ കോൺസിക്വൻസസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, നിയമങ്ങൾ പാലിക്കുന്നത്. പക്ഷെ അല്ലാണ്ട് ഇവിടത്തെ പോലെ പാലിക്കാൻ വേണ്ടി അല്ല പാലിക്കുന്നത്. ഇവിടെ ഫുൾ ഗിയറിൽ എല്ലാവരും ബൈക്ക് ഓടിക്കുന്നു. The reason being for their safety. സേഫ്റ്റി മാത്രമല്ല, ഇല്ല ഇവിടെ എല്ലാരും ഇവിടെ മാത്രമല്ല, ഇവിടെ ആ ഒരു സിസ്റ്റത്തിനെ ബൗണ്ട് ചെയ്യാൻ വേറെ കുറെ ഇപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൾച്ചറിനെ ബൗണ്ട് ചെയ്യാൻ വേറെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വണ്ടി ഉണ്ടെങ്കിൽ ഓരോരുത്തരും ഇടിച്ചു, നമ്മൾ അവിടെ നമുക്കത് സംസാരിച്ച് തീർക്കാൻ മറ്റവന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ. നാട്ടിൽ നമുക്കത് എന്താ പറയുക, എസ്കേപ്പ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എന്ത് സംഭവമാണെങ്കിലും ഇപ്പോൾ ഒരു മതിലിടിച്ച് പൊളിച്ചു, നാട്ടിൽ നമ്മളത് എന്തെങ്കിലും നാട്ടുകാരും വീട്ടുകാരോട് കൂടിയിട്ട് ഒത്തീർപ്പാക്കി വിടും, അല്ലെങ്കിൽ ചിലപ്പോൾ പണിത് കൊടുക്കാമെന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും കാശ് കൊടുത്ത് ഒഴിവാക്കും. ഇവിടെ നടക്കത്തില്ല. ഇത് അവരുടെ റൂൾ ത്രൂ മാത്രമേ പോകത്തുള്ളൂ. അവർ പറയുന്ന നമ്മൾ തമ്മിൽ കാണത്ത പോലും ഇല്ല. അത് ഡിസൈഡ് ചെയ്യുന്നത് ലോ ആൻഡ് ഓർഡർ ആണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ അത്രയും സ്ട്രോങ് ഇംപ്ലിമെന്റിങ് അല്ല ഇവിടെ ലോ. നാട്ടിൽ സ്ട്രോങ് അതായത് ഇവിടെ അല്ല ആശാനെ, ഇവിടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിനെയും ഇടിച്ചാലുള്ള ഇതൊക്കെ വേറെ. ലെറ്റ്സ് റോഡിലെ റൂൾസ് പാലിച്ച് നടക്കുന്നുള്ളത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞ എക്സോസ്റ്റ് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ലീഗൽ. ഈ പറഞ്ഞ ടിൻഡ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ റൂൾസ് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പോലീസ് അങ്ങനെ ഓടി നടന്ന ആൾക്കാരെ പിടിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചാൽ അങ്ങനെ ഇതില്ല. പക്ഷെ എന്നാൽ കൂടി ആൾക്കാർ ആ ലോസ് ഫോളോ ചെയ്യും. ഭൂരിഭാഗം ആൾക്കാരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറെ കൂടി ലീനിയൻ
അസനെ ലീനിയന്റ് അല്ല, ഇവിടെ അവര് ഉണ്ടാക്കിയിട്ടേക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ അവരുണ്ടാക്കിയിട്ടേക്കുന്ന സിസ്റ്റത്തിൽ ഈ നിയമങ്ങൾ ഇംപ്ലിമെന്റബിൾ ആണ്. നാട്ടിലെ എന്നാത്ത കേസോട് പടം കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്നാളെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, അതായത് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന നിയമം ആദ്യമായി കാനഡയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസിൽ റിപ്പോർട്ട് വന്ന ഒരു വീഡിയോ ആണ്. അപ്പം അന്നേരം അവർ ഈ ആൾക്കാരുടെ ഒബീസിൽ ഈ ന്യൂസുകാർ ചെയ്യുന്ന പോലെ ആൾക്കാരുടെ അടുത്ത്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരുടെ അടുത്തും ചേട്ടന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് റിപ്പോർട്ടർ ചോദിക്കും. അപ്പോൾ പറയും, ബിയർ കുടിക്കാതെ വണ്ടി ഓടിക്കാനോ? ഈ ഗവൺമെൻറ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആൾ ഇങ്ങനെയാണ് ബിയർ കുടിക്കാതെ വണ്ടി ഓടിക്കുക? ബിയർ കുടിച്ച് വണ്ടി ഓടിച്ചാൽ എന്താണ് കുഴപ്പം? സമ്മറിൽ ഗ്ലാസ് കത്തിയിട്ട് ബിയർ കുടിച്ചല്ലേ വണ്ടി ഓടിക്കേണ്ടത്? അല്ലെങ്കിൽ ഇനി അവർ കുറച്ച് കഴിയുമ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊക്കെ അനുസരിക്കേണ്ട വരുമോ എന്ന് അയാൾ ആ വീഡിയോയിൽ ചോദിച്ചു. സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്നേ. അത് ആ ഒരു പോയിന്റിൽ, ആ ഒരു ട്രാൻസിഷനിൽ അവര് ആ നിയമം ഇംപ്ലിമെന്റ് ചെയ്യാൻ നേരത്ത് ഓൾറെഡി ആ നിയമത്തിൽ ഇല്ലാതെ നടന്ന ഒരു ഫേസ് ഈ നാടിനുണ്ടായിരുന്നു. അതേപോലെ 2018 2017 മുന്നേ ഇവിടെ സംഭവിച്ച എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പഞ്ചാബി ഫ്രണ്ടാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ സംഭവമാണ്, പണ്ട് ഇങ്ങോട്ടേക്ക് കയറി വന്ന പഞ്ചാബികൾ ഭൂരിഭാഗം ആൾക്കാർ, നമ്മളിപ്പോൾ കാലണ്ടർ റീജിയൻ പോയാലോ അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും ഒരു നല്ല കിടിലം വീട് കണ്ടു കഴിഞ്ഞാൽ അത് ഒരു പഞ്ചാബിയുടെ ആയിരിക്കും, ഒരു ഇന്ത്യക്കാരൻ്റെ ആയിരിക്കും. ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ വയസ്സുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ഏരിയയിൽ GTA ഏരിയ ഒരു നല്ല വീടുണ്ടെങ്കിൽ അതൊരു ഇന്ത്യക്കാരൻ്റെ ആയിരിക്കും. ഇപ്പോൾ പറഞ്ഞത് അന്ന് കയറി ഇത്രയും പട്ടി റിച്ചായിട്ടുള്ള ഇന്ത്യക്കാർ മൊത്തം പൈസ ഉണ്ടാക്കിയത് ഡ്രഗ് മണി കൂടിയാണ്. ഇമിഗ്രൻസ് ഫുള്ള് പൈസ ഉണ്ടാക്കിയത് ഡ്രഗ് മണി കൂടിയാണ്. അത് ഭയങ്കര വലിയ സീനായിരുന്നു. നമുക്കൊരു ലിവിങ് എക്സാമ്പിൾ നമുക്കറിയാം, അപ്പനോ നമ്മുടെ കൂടെ പണിയെടുത്ത് നമ്മുടെ കോൺട്രാക്ടർ. ഓക്കെ, പുള്ളിയും കാശുണ്ടാക്കിയത് ഡ്രഗ് മണി കൂടിയാണ്. പുള്ളിയുടെ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ കണക്ഷനാണ്. ജയിലിൻ്റെ ഉള്ളിലിരുന്നിട്ട് കാനഡയിലെ ഫുൾ നെറ്റ്വർക്കിനെ മാനേജ് ചെയ്ത ആളാണ് പുള്ളി, ഇവിടുത്തെ ജയിലിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇപ്പോൾ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ബൗണ്ട് ടു ദേ ഡോണ്ട് ഗീവ് എ ഫക്ക് അബൌട്ട് ഇഫ് വി ഡോണ്ട് ഒബേ ദ റൂൾസ് ഓർ എനിത്തിങ്. ദേ ഹാവ് വേസ് ടു കളക്ട് ദ മണി. ഇന്നലെ നമുക്ക് വന്ന നോട്ടീസ്, ഓക്കെ, ആ നോട്ടീസിൽ നമ്മളോട് പറഞ്ഞ് അതൊരു ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് വെക്കാത്തതിന് നമുക്ക് വന്ന നോട്ടീസാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നറിയോ? ഈ പൈസ അടച്ചില്ലെങ്കിൽ എംപ്ലോയർക്ക് റിക്വസ്റ്റ് കൊടുക്കും പേ ചെക്കിൽ നിന്ന് ആ പൈസ കട്ട് ചെയ്യാൻ, ടാക്സിൽ നിന്ന് അല്ലെങ്കിൽ ആ പൈസ ക്രെഡിറ്റ് സ്കോർ നിങ്ങളുടെ ബ്യൂറോയിനെ കോൺടാക്ട് ചെയ്ത് ക്രെഡിറ്റ് സ്കോർ കുറപ്പിക്കും. അതായത് വട്ടിപ്പലിശക്കാർ നാട്ടിൽ നമ്മൾ എങ്ങനെയാണോ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് അതേപോലെ ഒരു ഭീഷണി കത്ത് നമുക്ക് ഗവൺമെൻറ് അയക്കും, നമ്മുടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അയക്കും, നമ്മൾ ആ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ആ ഒരു പവർ അവരുടെ കയ്യിലേക്ക് എടുത്ത് അവരും ഇവിടെയുള്ള നാട്ടുകാർ ഈ പറഞ്ഞ പോലെ ഭൂരിഭാഗം കുറേയൊക്കെ പേടിച്ചുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ആ ഒരു വേ ഓഫ് ഇംപ്ലിമെന്റേഷൻ ഇപ്പോൾ ഒരു ഏകദേശം 6-10 വർഷമായിട്ടുണ്ടാവും ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അത് ഭയങ്കര നോർമലൈസ്ഡ് ആണ്. അന്ന് മറ്റേ ചങ്ങായി പറഞ്ഞ പോലെ നാളെ നമ്മളോട് സീറ്റ് ബെൽറ്റ് ഇട്ടാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തെറ്റാന്ന് അവർ പറഞ്ഞാൽ നമ്മളത് അനുസരിക്കേണ്ട വരില്ല എന്ന് അവൻ ചോദിച്ച പോലെ ഇന്ന് നമ്മൾ പലതും ചോദിക്കും. അതൊക്കെ ചിലപ്പോൾ ഭാവിയിൽ വരികയും ചെയ്യും. അത് ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ എക്സാക്ട്ലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വകുപ്പും ഇല്ലടാ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉദാഹരണത്തിന് ഇപ്പൊ കോൺഗ്രസ് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഇപ്പൊ ഈയിടെ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPI പേയ്മെന്റ്സ് ആണ്. ഓക്കെ, UPI പേയ്മെന്റ്സ് അതന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നാട്ടിൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോലെ ഒരു സംഭവം നമുക്ക് നാട്ടിലൊരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ആപ്പിൾ പേ ഉണ്ട്, നാട്ടിൽ ആപ്പിൾ പേ സപ്പോർട്ട് ആവത്തില്ല, ടാപ്പ് സപ്പോർട്ട് ആവാൻ ഭയങ്കര പാടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സ് വർക്ക് ഇൻ ഇന്ത്യ ഇസ് ഡിഫറെന്റ് ദാൻ ദിസ് കൺട്രി. ഓക്കെ, അവിടെ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ പറഞ്ഞ പോലെ റോഡ് സൈഡിൽ ഇരുന്ന് വിൽക്കുന്ന ആൾക്കാർ, ചായക്കടക്കാർ, ഈ പറഞ്ഞ പോലെ പച്ചക്കറി വിൽക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാർ ഫുൾ കാശ് ഇതിലൂടെയാണ്. ഒരു പ്രോപ്പർ റെസ്റ്റോറൻറ്റിൽ കയറി ആവശ്യമില്ല UPIക്ക്, QR കോഡ് മാത്രം മതി. QR കോഡ് ആൻഡ് മെസ്സേജ് അത് മതി, വേറെ ഒന്നും വേണ്ട. QR കോഡ് മാത്രം മതി. QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്യുക, ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് പോവാ, മെസ്സേജ് പോലും വേണ്ട. ഇന്റർനെറ്റ് വേണം, ഫോണിൽ നെറ്റ് വേണം. അല്ലാതെ ഇപ്പൊ ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുന്ന പോലെ അല്ല, QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. അത് ഇംപ്ലിമെന്റ് ചെയ്ത രീതിയാണ്. അതായത് ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് ദേ ആർ കമ്മിങ്
എടാ അത് to that a point എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അല്ല, അല്ലല്ല ടെക്കിന്റെ കാര്യം എല്ലാം പറഞ്ഞേ, ഇവിടുത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെയാണ് ഗവൺമെന്റിന് എന്റെ അനുവാദമില്ലാതെ എന്റെ ക്രെഡിറ്റ് സ്കോർ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളതും അല്ലെങ്കിൽ എന്റെ ബാങ്കിൽ നിന്ന് ആ പൈസ എന്റെ അനുവാദമില്ലാതെ വലിക്കാനും? കാരണം ഞാൻ എൻ്റെ ട്രാൻസാക്ഷൻസ് മൊത്തം നടക്കുന്നത് എന്താണെന്ന് ആർക്കറിയാം? ഗവൺമെന്റിന് വളരെ കൃത്യമായിട്ട് അറിയാം. എൻ്റെ അക്കൗണ്ടിൽ എത്ര കാശുണ്ട്, ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ ക്രെഡിറ്റ് സ്കോർ എത്രയാണ്, എൻ്റെ ക്രെഡിറ്റ് ബ്യൂറോ ഏതാണ്, ഞാൻ എവിടെ നിന്നാണ് എത്ര രൂപ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇത് അവർക്കറിയാം. സോ ദേ ഹാവ് ദ റൈറ്റ് ആൻഡ് ദേ ഹാവ് ദ പവർ ടു ടേക്ക് മണി ഫ്രം മീ. ഞാനിപ്പോൾ എന്തെങ്കിലും കൊള്ളരുതായ്മ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിലേക്കാണ് ഇന്ത്യ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയോരത്തിരുന്നിട്ട് കപ്പ വെക്കുന്ന ചേട്ടൻ എത്ര രൂപ ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ നാട്ടിൽ ഇത്രയും നാളും ഇല്ലാണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. ദ ഫസ്റ്റ് തിങ്, ദ ബിഗിനിങ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. UPI ട്രാൻസാക്ഷൻസ് കൊണ്ടുവന്നത് ബാക്കിയുള്ള ഒരുപാട് റൂൾസും ഒരുപാട് റെഗുലേഷൻസും വരാനുള്ളതിന്റെ ഒരു വെരി ഫസ്റ്റ് സ്റ്റെപ്പാണത്. കാരണം ഇപ്പൊ നമ്മളെല്ലാം അതുവഴിയാണ് ചെയ്യുന്നത്. ഗ്യാസ് പേയ്മെന്റ് അടയ്ക്കുന്നത് അതുവഴിയാണ്. കൊമേഴ്സ് മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നാള് ഏതൊരു സഭയിലെ അച്ഛൻ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിനെ കുറിച്ച് എന്തോ പറഞ്ഞു. ഓക്കെ, ആ സഭയുടെ ആ അക്കൗണ്ട് ഫുള്ള് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഫ്രീസ് ചെയ്ത് കളഞ്ഞു. ഇത് നമ്മുടെ കാശ് നമ്മൾ അക്കൗണ്ടിലിട്ട പൈസ. സോ ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് പവർ ഓഫ് വേ ഓഫ് a power in a way that they can execute. പക്ഷെ